ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമല്ലേ? അപ്പോൾ ഇന്നേക്ക് വിവാഹവർഷവും പിറന്നാളും ആഘോഷിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബ്ലൗസിൻ്റെ ലൈനിങ് തുണി കട്ട് ചെയ്യുന്നത് കാണിച്ചിരുന്നു. ഇന്ന് അതിൻ്റെ മെയിൻ പീസാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസ് കട്ട് ചെയ്യാൻ എടുക്കുമ്പോൾ അതിൻ്റെ തുണി തിരഞ്ഞെടുക്കുന്നതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കണം. തുണി തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ ഈ ലൈനിങ് തുണി ഒക്കെ നമ്മൾ കഴിയുന്നതും വെള്ളത്തിലിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഉണക്കി നല്ല അയൺ ചെയ്തൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ അളവിൽ വ്യത്യാസം വരത്തില്ല. അളവിൽ വ്യത്യാസം വരത്തില്ല എന്നുള്ളതല്ല, നിങ്ങൾ ഫ്രഷോടെ അങ്ങനെ ലൈനിങ് തുണി, അതും പ്രത്യേകിച്ച് വീട്ടിലിരുന്ന് ഓർഡർ എടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ അത് നല്ലൊരു കാര്യമാണ്. കാരണം ഒരു കടയിൽ നിന്ന് അങ്ങനെ ഫ്രഷായിട്ട് ലൈനിങ് തുണി വാങ്ങിയിട്ട് വരും. അപ്പോൾ ഈ മേൽ തുണി അത് ഒന്നിൽ സിന്തറ്റിക് ആയിരിക്കും, ഇല്ലെങ്കിൽ സിൽക്കിൻ്റെ ആയിരിക്കും, ഇല്ലെങ്കിൽ കോട്ടൺ ആയിരിക്കും. അപ്പോൾ ആ മേൽ തുണി ചുരുങ്ങാതെ അങ്ങനെ തന്നെ ഉണ്ടാകും. വാങ്ങുന്ന ലൈനിങ് തുണി വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ ചുരുങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർ ഫ്രഷായിട്ട് നമ്മൾ തയ്ച്ച് കൊടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ഇട്ട് ഒരു പ്രാവശ്യം ഉപയോഗിച്ചതിന് ശേഷം വാഷ് ചെയ്തിട്ട് അടുത്ത ടൈം അതിടുമ്പം അവർക്ക് ഒരു ഫിറ്റിംഗ് കറക്റ്റായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അവർ തയ്ച്ച ആൾക്കാരെയായിരിക്കും കുറ്റം പറയുന്നത്. അപ്പോൾ കൂടുതൽ ഇത് വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നവർ ഇതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ഒരു ചില കംപ്ലൈൻറ്റുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ ഇപ്പോഴുള്ള തുണികളൊക്കെ പല രീതിയിലുള്ള തുണികളല്ലേ വരുന്നത്, മേൽ തുണികൾ. അപ്പോൾ നമ്മൾ ആ ലൈനിങ് തുണി വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ നിങ്ങൾ കസ്റ്റമറിൻ്റെ കംപ്ലൈൻറ്റിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. ഈ ലൈനിങ് തുണി ചുരുങ്ങി കഴിഞ്ഞാൽ മേൽ തുണി അങ്ങനെ ഇരിക്കും, ലൈനിങ് തുണി മാത്രം ചുരുങ്ങും. അപ്പോൾ ഒരുപാട് മിസ്റ്റേക്ക് ആ ബ്ലൗസിന് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ വരുന്ന തുണികൾ ഒരുപാട് മിക്സഡ് തുണികളാണ്. ചിലതൊക്കെ വില കൂടിയ ലൈനിങ് തുണിയാണെങ്കിൽ പോലും അത് പ്യുവർ കോട്ടൺ ആയിരിക്കും. അത് വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ അതങ്ങനെ ചുരുങ്ങും, അതിൻ്റെ അളവെല്ലാം വ്യത്യാസപ്പെടും. അപ്പോൾ അതിനാണ് പറയുന്നത് അങ്ങനെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബ്ലൗസിൻ്റെ ലൈനിങ് തുണി വെട്ടി. അപ്പോൾ അതിൻ്റെ നമ്മൾ ബാക്ക് പീസ് ആണ് ഒരു ബ്ലൗസിൽ ആദ്യം വെട്ടിയെടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു തുണി കിട്ടിക്കഴിഞ്ഞാൽ അത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഇട്ട് വെട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ആ തുണി തികയില്ല. ഒരു ബ്ലൗസിനെ സംബന്ധിച്ച് ചിലർ 90 പോയിൻ്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ 1 മീറ്റർ ആയിരിക്കും തുണി വാങ്ങിയിട്ട് വരുന്നത്. അപ്പോൾ ആ തുണിയിൽ നിന്ന് വേണം ആ 1 മീറ്റർ അല്ലെങ്കിൽ 90 സെൻറ്റിമീറ്ററുള്ള തുണിയിൽ നിന്ന് വേണം ഒരാൾക്കുള്ള ബ്ലൗസ് വെട്ടിയെടുക്കാൻ. അപ്പോൾ അത് കറക്റ്റായ രീതിയിൽ നമ്മളത് ആ തുണി വെട്ടിക്കഴിയുമ്പോൾ നമ്മൾക്കത് കറക്റ്റായി തുണി വെട്ടാനും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തയ്ച്ചു കൊടുക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ആദ്യം ഈ ബാക്ക് പീസ് വെച്ച് നമ്മൾക്ക് നല്ല പീസിൽ വെട്ടിയെടുക്കാം. അപ്പോൾ അതിന് മുമ്പേ പലരും ഈ ഷോൾഡറിൻ്റെ ഈ കൈക്കുഴിയുടെ അളവ്, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കൈക്കുഴിയുടെ ചില അളവിൽ വ്യത്യാസം വരുമ്പോൾ പലർക്കും അത് കൈ ചുരുങ്ങിയിരിക്കാനും കൈ മേലേക്ക് ഉയർത്തുമ്പോഴൊക്കെ ചുരുക്കി വലിഞ്ഞ് ഇരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഷോൾഡറിൻ്റെ അളവ് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച 5.5 ഇഞ്ചാണ് എടുക്കേണ്ടത്. കഴുത്തകലം 2.25 എടുക്കേണ്ടത്. കൈക്കുഴി ഇറക്കം 6 ഇഞ്ചാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എപ്പോഴും ബ്ലൗസ് തയ്ക്കുമ്പോൾ ഫസ്റ്റ് ഫ്രണ്ട് പീസിലെല്ലാം എടുത്ത് വെട്ടുക ഒന്നും ചെയ്യത്തില്ല. എല്ലാ മെയിൻ്റനൻസ് പണികളെല്ലാം ഞാൻ ബ്ലൗസ് സ്റ്റിച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഞാൻ എല്ലാ മെയിൻ്റനൻസ് വർക്കുകളും ചെയ്തത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ തയ്ച്ച് കസ്റ്റമർ ഇട്ട് കഴിയുമ്പോൾ എവിടെയും ഒരു ചുരുക്കം ഉണ്ടാവില്ല. അവർ ശരീരത്ത് ആ തുണി ഇട്ട് തയ്ച്ചെടുത്തത് മാതിരി അത്രയ്ക്ക് ഫിറ്റിംഗ് കറക്റ്റായിരിക്കും. ഞാൻ തയ്ക്കുന്ന മെത്തേഡ് അങ്ങനെയാണ്. അപ്പോൾ ഇത് എത്ര പേർക്ക് ഇത് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. എല്ലാവരും മാർക്കൊക്കെ ചെയ്ത് ഒരുപാട് ഇതിലൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ഒരു ബ്ലൗസിൻ്റെ തയ്ക്കാൻ എടുക്കുമ്പോൾ വേസ്റ്റ് അളവ് എടുക്കും, ചെസ്റ്റ് അളവ് എടുക്കാറേ ഇല്ല. വേസ്റ്റ് അളവ് വെച്ചാണ് അതിൻ്റെ ചെസ്റ്റ് അളവ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ അതിനൊക്കെ പോകെ ഞാനതൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബാക്ക് പീസ് വെട്ടാൻ പോവുകയാണ്. അപ്പോൾ ഒരു തുണി കറക്റ്റ് എടുത്ത് അതിൻ്റെ നീളവും അകലവും എല്ലാം നോക്കി മനസ്സിലാക്കി തേര് സൈഡിൻ്റെ അത് ഓപ്പൺ സൈഡിൻ്റെ ഓപ്പോസിറ്റ് അതിൻ്റെ ഫോൾഡിങ് സൈഡിൽ നിന്ന് വേണം നമ്മൾ ബാക്ക് പീസ് വെട്ടിയെടുക്കാൻ. അപ്പോൾ ആ ഓപ്പൺ അത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ പോകെ ഞാൻ എൻ്റെ കട്ടിങ് മെത്തേഡ് ഞാൻ പറയാം. എത്ര പേർക്കത് മനസ്സിലാവും, വീണ്ടും ഞാൻ അത് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഈ മെത്തേഡ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആർക്കും ഏത് അളവുള്ളവർക്കും നിങ്ങൾക്ക് ബ്ലൗസ് കട്ട് ചെയ്ത് വെട്ടി തയ്ക്കാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും.
അപ്പോൾ നമ്മൾ ബാക്ക് പീസ് വെട്ടിയെടുത്തു. ഇനി നമ്മൾ ഫ്രണ്ട് പീസാണ് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ആ ഫ്രണ്ട് പീസ് വെട്ടിയെടുക്കുമ്പോൾ ഫ്രണ്ട് ക്രാസ് പീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ടിൻ്റെ കഴുത്തിറക്കം 6.5 ഇഞ്ചിൽ നിന്ന് താഴേക്ക് ഇറക്കരുത്. ക്രോസ് പീസ് ആണെങ്കിൽ അത് സ്ട്രെയിറ്റ് പീസിലാണ് നിങ്ങൾ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ചോട് എക്സ്ട്രാ എടുക്കാം. 6.5 6.25 7 എടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ അളവ് എടുക്കേണ്ടത്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആ ഫ്രണ്ട് പീസിന് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ഇപ്പം ഞാൻ ഈ ലൈനിങ് പീസിന് ആ ബാക്ക് പീസ് വെട്ടിയെടുത്തിട്ട് കറക്റ്റായിട്ടുള്ള പീസുകൾ അധികം ഒന്നും വേസ്റ്റ് ആകാത്ത രീതിയിൽ വേണം നമ്മൾ ആ പീസ് വെട്ടിയെടുക്കുവാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ കാണിക്കുന്ന അതേ മെത്തേഡിൽ നിങ്ങൾ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ തുണി ഒരുപാട് നമ്മൾക്ക് ബാലൻസ് വരും. കണ്ടം കൊണ്ടോ എല്ലാം മുറിച്ച് കളയേണ്ട ആവശ്യം വരത്തില്ല നമ്മൾക്ക്. അപ്പോൾ ഞാൻ ബാക്ക് സൈഡ് വെട്ടി അതിൻ്റെ ആ കൈക്കുഴിയുടെ സൈഡിൽ നിന്നുള്ള ആ തുണിയിൽ നിന്നാണ് ഞാനിപ്പോൾ ഈ ഫ്രണ്ട് പീസ് വെട്ടിയെടുക്കുന്നത്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും അല്ലേ. അപ്പോൾ എപ്പോഴും നമ്മൾ കട്ടിങ് കറക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ബ്ലൗസിൻ്റെ ഫിറ്റിങ്ങും കറക്റ്റായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ബാക്ക് പീസ് വെട്ടിയെടുത്തു, പിന്നീട് ഫ്രണ്ട് പീസ് വെട്ടിയെടുത്തു. ഇനിയും നമ്മൾ സ്ലീവാണ് വെട്ടിയെടുക്കുന്നത്. പലരും സ്ലീവാണ് ആദ്യം വെട്ടിയെടുക്കുന്നത്. സ്ലീവ് ആദ്യം വെട്ടിയെടുക്കരുത്. കാരണം നമ്മൾ ഒരു തുണി തീരെ കുറഞ്ഞ തുണിയേ ഉള്ളൂ, അളവ് കുറവാണ് തുണി. ആ തുണിയിൽ നിന്ന് ഞാൻ എൻ്റെ ഈ കട്ടിങ് മെത്തേഡിൽ നിങ്ങൾ കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ കൈക്കൊക്കെ നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞാൽ ഈ ബാക്ക് പീസിൻ്റെ സൈഡിൽ ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് എല്ലാ പീസുകളും കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിന് ഇപ്പോൾ 80 പോയിൻ്റുള്ള തുണിയിൽ നിന്ന് വരെ നമ്മൾക്ക് 42 ഇഞ്ച് ബ്ലൗസ് കട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ടെക്നിക്കലായിട്ട് ഒരു ഐഡിയ ആയിട്ട് നിങ്ങളത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓപ്പൺ സൈഡിൽ 4 പീസായിട്ട് കട്ട് ചെയ്ത്, ഇപ്പോൾ ഇത് ബനാറസ് ക്ലാത്ത് ആയതുകൊണ്ട് ഇത് നല്ല വീതിയുണ്ട്. 44 ഇഞ്ച് ക്ലാത്താണിത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് ഒരു തുണി കട്ട് ചെയ്തെടുക്കാൻ, ഇത് 80 പോയിൻ്റ് ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള തുണികളിൽ നിന്ന് പീസ് ബ്ലൗസിനെ കട്ട് ചെയ്തെടുക്കാൻ ഈസി ആയിട്ടായിരിക്കും. അതേസമയം 2x2 പ്രീമിയം ക്ലോത്ത് എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ അതിന് അകലം കുറവായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ സൈഡ് അളവ്, ഫ്രണ്ട് സൈഡിൻ്റെ പൊസിഷൻ ഇതെല്ലാം മാറ്റി വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ 80 പോയിന്റിൽ നിന്നും നമുക്ക് ഈസി ആയിട്ട് ബ്ലൗസ് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്തു, ബാക്ക് കട്ട് ചെയ്തു, ഫ്രണ്ട് കട്ട് ചെയ്തു, സ്ലീവ് കട്ട് ചെയ്തു. ഇനി നമ്മൾ എടുക്കുന്നത് കപ്പ് സൈസിൻ്റെ പട്ടിയാണ്. അപ്പോൾ ആ പട്ടി പീസ് എടുക്കുമ്പോൾ ടോട്ടലി ഇത് എൻ്റെ കട്ടിങ്ങും നിങ്ങൾ പഠിച്ചിട്ടുള്ള കട്ടിങ്ങും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷേ ഇങ്ങനെ ഈ രീതിയിലുള്ള സ്റ്റിച്ചിങ്ങിൻ്റെ വരുമ്പോൾ ഒരു തയ്യൽ തുമ്പ് കാണില്ല. ചിലരൊക്കെ തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടി ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈസി ആയിട്ട് നമുക്ക് ആ തയ്യൽ തുമ്പിനെ മറച്ച് തയ്ക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഈ ലൈനിങ് പീസ് കറക്റ്റ് പട്ടിയുടെ അളവാണ്. കഴിഞ്ഞ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ആ പട്ടി എങ്ങനെയാണ് വെട്ടിയെടുത്തത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ അത് വെച്ച് അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴേക്ക് ഞാൻ 1/2 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് അളവ് അധികം എടുത്താണ് ഞാൻ ആ പട്ടി പീസിനെ വെട്ടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല പീസിൽ തന്നെ ഉള്ളിൽ വയ്ക്കാനുള്ള ആ പട്ടിയും കൂടെ നിങ്ങൾക്ക് ഇതിൽ തുണിയിൽ നിന്ന് തന്നെ വെട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു പീസ് പോലും വേസ്റ്റ് ആകാത്ത രീതിയിൽ കൂടെ നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കട്ടിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു റെഡിമെയ്ഡ് ഷോപ്പിലൊക്കെ തുണി കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഓരോരുത്തരുടെയും അളവ് വെച്ചല്ല കട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ കട്ടിങ്ങിനൊരു ടെക്നിക്കുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് എല്ലാവർക്കും അത് സെറ്റാകുന്ന മാതിരി കിട്ടുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ ബ്ലൗസൊക്കെ ഒരുപാട് സൈസിനനുസരിച്ച് കട്ട് ചെയ്യുമ്പോൾ ആ സൈസ് മാത്രമാണ് വ്യത്യാസപ്പെടുന്നത്. പക്ഷേ ആ കട്ടിങ് മെത്തേഡെല്ലാം ഒരേമാതിരി ആയിരിക്കും. അപ്പോൾ ആ ഒരു രീതി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ബ്ലൗസിൻ്റെ കട്ടിങ് വരും, കട്ടിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ബ്ലൗസിൽ നിന്ന് മെയിൻ പീസുകളെല്ലാം വെട്ടിയെടുത്തു.
ലാസ്റ്റിൽ പട്ടി പീസും കട്ട് ചെയ്തെടുത്തു. ഇനി ഈ ബാലൻസ് പീസ് ഉടനെ തന്നെ വേസ്റ്റിലേക്ക് കളയാൻ നിൽക്കരുത്. ആ ബ്ലൗസ് തയ്ച്ച് തീരുന്നിടം വരേക്കും ആ പീസ് കയ്യിലുണ്ടാവണം. അതേപോലെ അത് വീട്ടിൽ നിന്നൊക്കെ ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നവരാണെങ്കിൽ ആ തുണി ഒരു 2-3 ദിവസത്തേക്കെങ്കിലും നിങ്ങളത് സൂക്ഷിച്ച് വെക്കുക. ആദ്യമായിട്ട് തയ്ക്കുമ്പോൾ കുറച്ച് മിസ്റ്റേക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പീസ് യൂസ് ആകും. അതുകൊണ്ട് ഉടനെ തന്നെ അത് വേസ്റ്റിലേക്ക് കളയാൻ നിൽക്കരുത്. അതേപോലെ തന്നെ കസ്റ്റമറിനോട് എപ്പോഴും തുണി ആദ്യമായിട്ട് ഇപ്പോൾ പലരും ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, എനിക്ക് ഓർഡറേ വരുന്നില്ല, പിന്നെ എങ്ങനെ ഞാൻ തയ്ക്കും എന്നൊക്കെ. ഓർഡർ വരണമെന്നുണ്ടെങ്കിൽ അവരിപ്പോൾ ഒരു തുണി കൊണ്ടുവരികയാണെങ്കിൽ അത് സന്തോഷത്തോടെ അവരെ സ്വീകരിക്കുക. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറയുമ്പോൾ ഉടനെ നമുക്കത് ഒരു പെട്ടെന്ന് നമുക്കത് ടെൻഷനാകാൻ പാടില്ല. ഇപ്പോൾ ഒരു ഡ്രസ്സ് തയ്ച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ സന്തോഷമായിരിക്കും അല്ലേ. അപ്പോൾ അതേ സന്തോഷം തന്നെ അവരൊരു മിസ്റ്റേക്ക് പറയുമ്പോഴും നമ്മളത് പ്രകടിപ്പിക്കണം. ശരിയാക്കി തരാം, അതൊന്നും കുഴപ്പമില്ല, അത് ശരിയാക്കി തരാം എന്നുള്ളൊരു വാക്ക് പറയുമ്പോൾ അവർക്കത് വിശ്വാസമാവും. ഇത് എന്ത് മിസ്റ്റേക്ക് വന്നത് അത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവർക്ക് അത്രയും വില കൊടുത്ത് തൻ്റെ തുണി അത് ഞങ്ങൾക്ക് നഷ്ടമായി അല്ലെങ്കിൽ വെട്ടി നശിപ്പിച്ച് കളഞ്ഞു എന്നുള്ള ഒരു പരാതി അവർക്കുണ്ടാവില്ല. നമ്മളത് ഓൾട്രേഷൻ ചെയ്ത് ശരിയാക്കി കൊടുക്കാൻ നിൽക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുക, ഓർഡർ എടുക്കുക. എല്ലാവർക്കും നിറയെ ഓർഡർ വരട്ടെ, എല്ലാവരും നിറയെ സമ്പാദിക്കട്ടെ. അപ്പോൾ പേടിക്കേണ്ട ഒരാവശ്യവുമില്ല. ആദ്യം നിങ്ങളുടെ ഡ്രസ്സിൽ നിങ്ങൾ ട്രയൽ നോക്കുക. തയ്ച്ച് പഠിച്ചതിൻ്റെ മിസ്റ്റേക്ക് മാറ്റി വെളിയിൽ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ എല്ലാവരും കാണുമ്പം നിങ്ങളിലേക്ക് ഓർഡർ താനേ വരും. ഓർഡർ ഇല്ലെന്ന് ഓർത്ത് വിഷമിക്കേണ്ട. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.